ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാളികേര കൊത്തിട്ട അങ്കമാലി പോർക്ക് ഫ്രൈ ആണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 5 അല്ലി വെളുത്തുള്ളി അത് നീളത്തിലരിഞ്ഞതാണ്, 2 പീസ് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്, അരമുറി തേങ്ങാ കഷ്ണം അത് നീളത്തിലരിഞ്ഞു വെച്ചിട്ടുണ്ട്, 5 പച്ചമുളക്, 1.5 സവാളയും, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾ, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നമ്മളിതാ ഇവിടെ 1 കിലോ പോർക്ക് കഴുകി റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. എടുത്തു വെച്ചേക്കുന്ന പോർക്ക് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെടുത്ത് വേവിക്കാൻ വെക്കാനുള്ളതാണ്. അപ്പോൾ ഇതിന് മുന്നേ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ പോർക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ പോർക്ക് വേവുമ്പോഴേക്കും ഇതിനുള്ള മസാലയൊക്കെ റെഡി ആവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെക്കാം. അതിൽ മസാല നമുക്ക് റെഡിയാക്കാം. ചട്ടി ഇതാ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ഇവിടുത്തെ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ കട്ടയായിട്ട് ഇരിക്കുന്നതാണ്. അത് നമ്മുടെ നാട്ടിലത്തെ വെളിച്ചെണ്ണ തന്നെയാണ്. വെളിച്ചെണ്ണ ഇതാ ചൂടായിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇതാ പെരിഞ്ജീരകം ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഇതാ എടുത്ത് വെച്ചേക്കണ വറ്റൽമുളകും കൂടെ അതിലോട്ട് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ആ കടുകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്യാം. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. സവാള വഴണ്ടി ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ അതിലേക്ക് എടുത്ത് ചെയ്യണ പച്ചമുളകും കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇനി ഇതിലേക്ക് ആ തേങ്ങാക്കൊത്തും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ നേരത്തെ മാറ്റി വെച്ചിരുന്ന പോർക്ക് ഇടയ്ക്ക് എടുത്ത് നോക്കണം അത് വെന്തോന്ന് കേട്ടോ. ഇവിടെ ഞങ്ങൾ ഏകദേശം 20 മിനിറ്റ്സ് ആണ് വെച്ചത് പോർക്ക്. അപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇത് കഴിഞ്ഞ് പൊടികളൊക്കെ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഞാനത് എടുത്ത വീഡിയോ എവിടെ മിസ്സായിപ്പോയി. അപ്പോൾ ഉപ്പും കൂടെ നമുക്ക് ആവശ്യമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതാ എടുത്ത് വെച്ചേക്കുന്ന, അതായത് വേവിച്ച് വെച്ചേക്കുന്ന പോർക്ക് നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിത് നൈറ്റ് ടൈമാണ് കുക്ക് ചെയ്യണത്. അപ്പോൾ കിച്ചണിലെ ലൈറ്റ് യെല്ലോയിഷ് ലൈറ്റാണ്. അതാണ് കറി ഇത്ര യെല്ലോയിഷ് കളറായിട്ടിരിക്കുന്നത്. ആക്ച്വലി ഇത്രയും കളർ ഇതിനില്ല. കളർ കുറച്ച് ലൈറ്റാണ്. ഡേ ലൈറ്റിൽ എടുക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണ് കേട്ടോ അത്. ഫ്രൈ ചെയ്ത് ഈ ഒരു സ്റ്റേജിലാവുമ്പോഴാണ് നമ്മൾ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. പെപ്പറിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ അതും കൂടെ ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലതായിരിക്കും. ഒരുപാട് ഡ്രൈ ഫ്രൈ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് ഈ ഒരു സ്റ്റേജിലാവുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അല്ലാതെ തന്നെ കുറച്ച് നേരവും കൂടെ നമുക്ക് ഈ ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി അങ്കമാലി പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, അധികം നേരമൊന്നും എടുക്കില്ല. ഈവൻ ബിഗിനേഴ്സിന് പോലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാട്ടോ. അപ്പോൾ ഇത് ഞാനല്ല, ഏട്ടനാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇതിൽ വോയിസ് കൊടുക്കാനായിട്ട് ഏട്ടനിപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ അതൊന്ന് ക്ഷമിച്ചറിയണം. അപ്പോൾ വീണ്ടും മറ്റൊരു വ്ളോഗിലൂടെ കാണാം. അതുവരേക്കും ബൈ.